ആദ്യം ശ്രീ നിർമ്മൽ എബ്രഹാം, ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു അയൽ രാജ്യത്തുമുള്ള അസ്ഥിരത എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ പക്ഷേ ജൻസി പ്രക്ഷോഭത്തിന് ശേഷം ഇടക്കാല സർക്കാർ വന്നിട്ട് അതിനുശേഷവും ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് തുടർന്നു വന്നത്. ഇപ്പോൾ അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാദിയുടെ മരണത്തിനു പിന്നിൽ ഇന്ത്യ എന്നാരോപിച്ചുകൊണ്ടാണ് അവിടെ ആ പ്രക്ഷോഭം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രണ്ടാമത്തെ ദിവസം തന്നെ അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ആ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ അവിടെ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുത്തുന്നതാണോ ഇപ്പോഴത്തെ ബംഗാളിലെ സിറ്റുവേഷൻസ്? ഇന്ത്യക്ക് ആശങ്ക വേണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് നമ്മൾ നോക്കിക്കാണുന്നത് ചെറിയൊരു സ്റ്റേറ്റ് ആയിട്ടാണ്. കാരണം ഇൻ കമ്പാരിസൺ നമുക്ക് ശത്രു രാജ്യമായ പാകിസ്ഥാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് നമ്മൾ കാണുന്ന ചൈനയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ രാജ്യമാണെങ്കിലും ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ ബോർഡർ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശാണ്. ഏകദേശം 4100 കിലോമീറ്ററിന്റെ ബോർഡർ ഷെയർ ചെയ്യുന്നു. നോർത്ത് ഈസ്റ്റിലേക്കുള്ള ആക്സസ് വേണമെങ്കിൽ തടസ്സപ്പെടുത്തുന്നു എന്ന് വരെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റ് വലിയ രാജ്യങ്ങളെക്കാൾ പോലും ബംഗ്ലാദേശിലെ ഇഷ്യൂസ് നമ്മളെ ആശങ്കയിലാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് ആൻസർ. പക്ഷെ അതിൻ്റെ അകത്ത് എത്ര നാൾ ഈ ഒരു റൈറ്റ്സ് നിലനിൽക്കും എന്നുള്ളൊരു സാഹചര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ഇതിൻ്റെ അകത്തുള്ളൊരു മേജർ ഇഷ്യൂ, ഇന്ത്യക്ക് ഉള്ളൊരു മേജർ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബംഗ്ലാദേശിലൊക്കെ ഒരുപാട് മൈഗ്രൻസ് നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റയറ്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഇന്ത്യ അത് മുന്നിൽ കണ്ടുകൊണ്ടാവണം ഒരു മാസം മുന്നേ തന്നെ നമ്മൾ 3 മിലിറ്ററി ആൻഡ് ഇന്റലിജൻസ് ബേസുകൾ സിലിഗുരി കോറിഡോർ നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലോട്ട് ബംഗ്ലാദേശ് വഴി അല്ലാതെ കടക്കാൻ പറ്റുന്ന ഏക മാർഗമാണ് സിലിഗുരി കോറിഡോർ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം വളരെ ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. ഏകദേശം 22-25 കിലോമീറ്ററിനിടെ മാത്രം വീതിയുള്ള ഒരു ലാൻഡ്. അവിടെ പക്ഷെ നേപ്പാളും ബംഗ്ലാദേശും ഒക്കെ ആയിട്ട് ബോർഡർ ഉള്ളത് കൊണ്ട് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററി ബേസുകളൊക്കെ അവിടെ സ്ട്രെങ്തൻ ചെയ്തു കഴിഞ്ഞു. ബോർഡർ സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ആശങ്ക വരേണ്ടത് തന്നെയാണ്. കാരണം ഇത്രയും വലിയ ബോർഡറിംഗ് സ്റ്റേറ്റ് ആണ്, ഇത്രയും സ്റ്റേറ്റുകളെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലുള്ള ആളുകളെ എങ്ങനെ ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ട്രേഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മണിപ്പൂർ ആയിക്കോട്ടെ, മേഘാലയ ആയിക്കോട്ടെ, മിസോറാം ആയിക്കോട്ടെ, ഈ സ്റ്റേറ്റ്സിലോട്ടൊക്കെ ട്രേഡ് പോകുന്നത് മിക്കവാറും ബംഗ്ലാദേശി റോഡുകൾ വഴിയും റെയിൽവേ വഴിയും അല്ലെങ്കിൽ ചിറ്റഗോങ് പോർട്ട് വഴിയൊക്കെയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതൊക്കെ ഈ റൈറ്റ്സിലൂടെ തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ നമുക്കൊരു തടസ്സമായി വരാൻ സാധ്യതയുണ്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എക്കണോമിക്സ് അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വില വർദ്ധിച്ചു പോകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ട്. അത് കൂടാതെ കമ്മ്യൂണൽ വയലൻസിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളും ഉണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ സംയമനം പാലിക്കുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ സമാധാനത്തിന് നൊബേൽ പ്രൈസ് നേടിയ മുഹമ്മദ് യൂനിസിന്റെ കീഴിലാണല്ലോ ഈ പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും തുടർന്നു പോകുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നു. തീർച്ചയായും. അത് മാത്രവുമല്ല, തീവ്ര ഇന്ത്യ വിരുദ്ധ നേതാവായ ഹാദിയുടെ രക്തസാക്ഷിത്വം വെറുതെ ആകില്ല, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് സാധ്യമാകും എന്ന സന്ദേശം കൂടി നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ എത്തി സംസ്കാര ചടങ്ങിലെത്തി ആയിരക്കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ പ്രഖ്യാപനം യൂനിസ് നടത്തുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ഹാദിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, അത് തലമുറകളിലേക്ക് എത്തിക്കും എന്ന ഒരു വാഗ്ദാനം കൂടി നൽകുകയാണ്. നേരത്തെ നിർമ്മൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനത്തിനുള്ള നൊബേൽ നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് പിന്നിൽ ആര് എന്ന സംശയം ഇപ്പോൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം അധികാരമേറ്റെടുത്ത കാലം മുതൽ തന്നെ അമേരിക്കയുടെ പപ്പറ്റാണ് എന്ന വിമർശനം നേരിട്ടിരുന്നു. ഇപ്പോൾ തീവ്ര ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഈ കലാപ സമയത്തും അതിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രവുമല്ല, സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള പല സമീപനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേക്കും വിശദമായി എത്താം. ശ്രീ